ഓക്കെ ഗൈസ്, ഞാനിവിടെ ഇല്ലേ എൻ്റെ ഡിഫൻഡറൊക്കെ എടുത്ത് കറങ്ങാൻ വേണ്ടി വന്നേക്കായിരുന്നു കേട്ടോ. അന്നേരം ഞാനവിടെ ഒരു കാർ ശ്രദ്ധിക്കും. അത് ആരുടെ കാറാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം ഇത് ആരുടെ കാറാന്ന്. ഇത് പിന്നെ മറ്റേ മെക്ലാറിനാന്ന് തോന്നിട്ടാ. യെസ്, ഇത് മെക്ലാറിനാ. പക്ഷെ ഇതെന്തത് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. സ്റ്റിക്കറല്ല, അല്ല ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ഇത് ആരുടെ ഫോട്ടോയാണ്? ഒരു മിനിറ്റ്, ഇത് മറ്റേ കാർട്ടൂണല്ലേ? എൻ്റെ പേരുണ്ടായിരുന്നു. പൗ പെട്രോള് അതല്ലേ? യെസ്, അത് തന്നെയാണ്. ഇവിടെ മറ്റേ പപ്പിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. എൻ്റെ പേര് എവറസ്റ്റാണ്. നമുക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഒരു മിനിറ്റ്, അടിച്ച് തെറ്റിപ്പോയി. ഒരു 7 വട്ടം, ഒരു 5 വട്ടം 7ആണ്. 177777. ഓക്കെ, നമുക്കപ്പോൾ അത് കോണ്ടാക്ട് ചെയ്യാം. ഫോൺ കട്ട് ചെയ്തല്ലോ. അന്നേരട്ടെ, നമുക്കപ്പോൾ ഈ വണ്ടി അങ്ങ് അടിച്ചു മാറ്റിയാലോ? നമുക്കപ്പോൾ ഈ വണ്ടി അടിച്ചു മാറ്റണം. അതിന് വേണ്ടി നമുക്ക് ട്രക്കൊക്കെ വേണമല്ലോ. സോമൻ്റെ ഫാക്ടറി വന്നുണ്ട്. നമുക്കപ്പോൾ അവനെ വിളിച്ച് സംസാരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ സോമൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവൻ ട്രക്ക് കൊണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ അവൻ ട്രക്ക് കൊണ്ട് വന്നേക്കാം കേട്ടാ. അവൻ പിന്നെ വരുന്നുണ്ടെങ്കിൽ ഒരു ബൈക്കും കൂടെ ട്രക്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് എടുത്ത് അവൻ പോയി. ഇനി നമുക്കില്ലേ ഈ വണ്ടി അതിനകത്ത് കയറ്റി കയറ്റാം. എങ്ങനെ ഇപ്പോൾ കയറ്റാം? ഇതിന് മറ്റേ ചാടുന്ന ഫീച്ചറുണ്ട്. അതെന്തിനാവട്ടെ, നമ്മളിപ്പോൾ എങ്ങനെ കയറ്റാം? ഇത് പുതിയതായിട്ട് ഗവൺമെൻറ് റിലീസ് ചെയ്ത വണ്ടിയാണ്. ഇതെങ്ങനെ ഇവന് പറ്റിക്കഴിഞ്ഞാലേ നമുക്കാണ് നാണക്കേട്. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടി നോക്കി നോക്കാം. ഓക്കെ, നമുക്കിത് കയറ്റാൻ വേണ്ടി നോക്കി നോക്കാം. അവൻ്റെ ചില്ല് പൊട്ടിയാ? ചില്ല് പൊട്ടിയിടൊന്നുമില്ല. ചില്ല് പൊട്ടാൻ സമ്മതിക്കില്ല, കാരണം ഇത് പുതിയ വണ്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ മുന്നിൽ പോയിട്ട് ചാട്ടം ചാടി നോക്കാം. റിവേഴ്സ് എടുത്ത് ചാട്ടാം. ഓക്കെ, സെറ്റ്. ഇനി നമുക്കില്ലേ ഒന്ന് ചാടി നോക്കാം, എന്തുണ്ടാവോ എന്തോ. ശിവനെ കയറണേ. ഓക്കെ, നമുക്കപ്പോൾ ചാടാം. ജസ്റ്റ് മിസ്സിട്ടാ. ശരിയാവട്ടെ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. വേണ്ടി വണ്ടിക്ക് ചെറിയ ഇളക്കണം കേട്ടോ. ഞാനിപ്പോൾ വീഴുമല്ലോ. ഞാൻ വീണില്ല എന്താ ഭയത്തിന്. നമുക്ക് ഇറങ്ങാം. ഞാൻ അവിടെ തലടിച്ച് വീണ് എൻ്റെ പൊന്നടാവേ. ഭാഗ്യം ഒന്നും പറ്റിയില്ല. എന്തേലാവട്ടെ, നമുക്കപ്പോൾ വണ്ടി അങ്ങ് കൊണ്ടുപോകാം. എൻ്റെ ഡിഫൻഡർ പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സോമൻ വന്ന് എടുത്തോണ്ട് പൊക്കോളും. സോമൻ്റെ ഇഷ്ടംപോലെ ട്രക്ക് ഉണ്ട്. അപ്പോൾ നമുക്കില്ലേ ഈ വണ്ടി അങ്ങ് കൊണ്ടുപോകാം. അതിന് മുമ്പേ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യട്ടാ. മാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലും കൂടെ സബ് ചെയ്യണം. നമുക്കപ്പോൾ അവിടെ വെച്ച് കാണാം. ഇത് കുറച്ച് ദൂരം ഉണ്ടാവും കേട്ടോ, കാരണം ഇത് നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. അവിടെ എത്തിയാൽ മതിയായിരുന്നു. എൻ്റെ അഭിപ്രായം അതാണ്. എത്തുമായിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി ഇവിടെ ആയിട്ട് വർക്ക് ചെയ്യാം. ഇനി വലിയ വണ്ടി ഒന്ന് കയറ്റണം, അതായത് ഇറക്കണം. ഇറക്കിയിട്ട് വേണം എനിക്കിന്ന് വിശ്രമിക്കാൻ. ഇത്ര വരെ ഓടിച്ചുകൊണ്ട് വന്നതല്ലേ. ഇത് പിന്നെ 1 മണിക്കൂറിലത്തെ ഒരു യാത്രയായിരുന്നു. അതിലാവട്ടെ, ഈ വണ്ടീനെ ഇവിടെ നിന്ന് ഇറക്കണം. ഒന്നാമത്തെ കാര്യം, മഫ്ലനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇത് ഓടിക്കാനുള്ള കഷ്ടപ്പാടായിരിക്കും. എന്നാലും ആരാണാവോ ഇത് കയറ്റിക്കൊണ്ടുവന്ന്, ഇത് വേറെ കാര്യം. ഓക്കെ, നമ്മളങ്ങനെ കയറ്റിയിട്ടുണ്ട്. നമുക്കിനില്ലേ ഈ വണ്ടി ഒന്ന് ഇറക്കണം. പക്ഷെ ഞാൻ എങ്ങനെ ഇറക്കും? പുതിയ വണ്ടി ആയതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അകത്തേക്ക് കൊണ്ടുപോകല്ലേ. ഇതെന്നത് വണ്ടി കേടായോ? കേടായിട്ടൊന്നുമില്ല. എനിക്കിപ്പോഴേ ഓടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറി എൻ്റെ കൈ കിടന്ന് വറക്കാണ് ഈ വണ്ടി ഓടിച്ചിട്ട്. അതിലാവട്ടെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ കൈ കിടന്ന് വറക്കാണ് കേട്ടോ. എന്താണെന്നറിയില്ല, കൈ കിടന്ന് വല്ലാത്തൊരു പറയല. എന്തേലാവട്ടെ, നമുക്കത് കാര്യം വണ്ടി ഇവിടെ കയറ്റി പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം. ഇത് നല്ലൊരു സ്ഥലമാണ്. നമുക്കപ്പോൾ ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് വിശ്രമിക്കണം. എന്തേലാവട്ടെ, ഈ വണ്ടി പിന്നെ അടിച്ചു മാറിയിട്ടതൊന്നും ആരും കണ്ടിട്ടില്ല. അത്
അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വണ്ടി അടിച്ചു മാറ്റാൻ വന്നില്ലേ? ഇത് കണ്ടില്ലേ, ആർപ്പിച്ചുണ്ട്. ഒറ്റ പിടിക്കാത്ത പൊളിയും. പക്ഷെ ഈ ഒരു പൊളിയില്ല. ഇത് അംബുജ സിമെൻറ്റ് കൊണ്ടാണ് പഞ്ഞേക്കണത്. അംബുജ സിമെൻറ്റ് പിന്നെ പൊളിയൂല. ഇനി നമുക്ക് ടി വി ഒന്ന് വെച്ച് കാണാം. എന്താ അറിയില്ല, ടി വി വെച്ചിട്ട് കാണാം. ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണ്ടല്ലോ. ഇതാരാണാവോ? ആ, എവറസ്റ്റ്, എന്തൊക്കെയാണ് സുഖം? അതെ, എൻ്റെ ഒരു വണ്ടി കാണാനില്ല. വണ്ടിയാ? ഏത് വണ്ടി? ഒരു സൂപ്പർ കാറ്. ആ കാറിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അന്ന് ഞാൻ അറിയാമെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഏത് സൂപ്പർ കാറാണ്? അതിന്റെ പേര് പറയാൻ പറ്റേ? മഫ്ലൻ എന്നാന്ന് കൊണ്ട് എനിക്ക് അതിന്റെ അറിഞ്ഞൂടാ. മഫ്ലനാ? അതാദ്യമായിട്ടാണ് ഞാൻ കേക്കണ്. ആദ്യമായിട്ട് കേക്കേ? അന്നാണോ ആ വണ്ടി അടിച്ചു പറ്റിയേ? എനിക്കറിയാമെന്നുണ്ടിരിക്കണേ. ഞാനങ്ങനെ അടിച്ചു പറ്റി എനിക്ക് തോന്നുന്നുണ്ടാ? അന്നേരം ഓട്ടെ, എനിക്ക് കാര്യം ചെയ്യും. ചൊണ്ട് പോയ ഇവിടുന്ന് പോടി ഇടന്നു. ഓക്കെ, അവളെ അറിഞ്ഞൂട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട്ടാ അന്നേരട്ടെ, ഈ കാറുകൾക്ക് എവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.